ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. എല്ലാ ഗോപികോപന്മാർക്കും സാദര പ്രണാമം. വൃന്ദാവന ലീലകളെ കുറിച്ച് ഇന്ന് കേൾക്കാട്ടോ. ഭഗവാൻ കണ്ണൻ്റെ രാധയുടെ പുണ്യഭൂമിയല്ലേ വൃന്ദാവനം. ആ വൃന്ദാവനത്തിൽ പോയപ്പോൾ ഒരുപാട് കഥകൾ മാതാജി പറഞ്ഞു തന്നു. ഭഗവാൻ അവിടെ ആടിയ ലീലകളെല്ലാം തന്നെ എന്തൊരു മാധുര്യം നിറഞ്ഞതായിരുന്നു. അവിടെ പോയാൽ നമ്മളെ തന്നെ മറക്കുന്നു. നമ്മളെ വീടും എല്ലാം മറന്ന് നമ്മൾ രാധയുടെയും കണ്ണൻ്റെയും കൂടെ അവിടെ ആടിപ്പാടി നടക്കുകയാണ്. അവിടെയില്ല നിധിവനം നമ്മൾ കാണുമ്പോൾ എപ്പോഴും അവിടെ നൃത്തം ചെയ്തിട്ട് നല്ല മിനുസമായിട്ടുള്ള സ്ഥലമാക്കി, എപ്പോഴും നൃത്തം ചെയ്യണ സ്ഥലം. അവിടെ ആ മണ്ണ് കണ്ടാൽ തന്നെ നമുക്കറിയാം അവിടെ എന്നും നൃത്തം നടക്കുന്നു. എന്നാൽ നമ്മളൊന്നും അവിടെ ഇറങ്ങുന്നില്ല, നടക്കുന്നില്ല. ആ വൃക്ഷങ്ങളെല്ലാം തന്നെ നൃത്തം ചെയ്യുന്ന പോസിലാണ് നിൽക്കുക. ആ നിധിവനത്തിലെ വൃക്ഷങ്ങളെല്ലാം തന്നെ നൃത്തം കഴിഞ്ഞിട്ട് ഓരോ പോസ് ഉണ്ടാവുമല്ലോ, ആ പോസിലൊക്കെ നിൽക്കണ പോലെ നമുക്ക് തോന്നും. അത് ഓരോ ഗോപികമാർക്ക് ഓരോ കണ്ണന്മാരെ കൂടെ നൃത്തം ചെയ്യാൻ അവിടെ പറ്റുന്നു. അങ്ങനെ ആ നൃത്തം അവിടെ നടക്കുന്നുണ്ട്. സദാസമയവും അവിടെ പക്ഷികളും കുരങ്ങന്മാരൊക്കെ ധാരാളം ഉണ്ടാവും. നമ്മുടെ ഒരു ഫോൺ പോലും അവിടെ എടുക്കാൻ സമ്മതിക്കില്ല. ഫോണും കണ്ണടയൊക്കെ പെട്ടെന്ന് പൊക്കി പോയിരിക്കും. കുരങ്ങന്മാർ ഒറ്റ. എന്നിട്ട് മുകളിലൊക്കെ പോയിരുന്നിട്ട് നമ്മൾക്കിങ്ങനെ കാണിച്ചു തരും. ആ കണ്ണട നമുക്ക് അല്ലെങ്കിൽ ഫോണ് നമുക്ക് തരണമെങ്കിൽ നമ്മളവിടെ ഫ്രൂട്ടിയൊക്കെ മേടിച്ചു കൊടുത്താൽ അവർ ആ കണ്ണടയോ ഫോണോ കൊണ്ടുപോയത് അതിങ്ങോട്ട് തിരിച്ചു തരും. എന്നാൽ 7:30 മണി ഒക്കെ ആകുമ്പോഴേക്കും അവിടെ ഒരു ജീവജാലങ്ങളും ഉണ്ടാവില്ല. എല്ലാം നിശബ്ദതയായിരിക്കും. വൈകുന്നേരം 7:30 മണിയൊക്കെ ആകുമ്പോഴേക്ക് തിരുമേനിമാരും എല്ലാം അമ്പലമൊക്കെ അടച്ചിട്ട് പോവാല്ലേ, അതൊക്കെ അടച്ചിട്ട് എല്ലാവരും പോകും. അതെന്താ അറിയോ? ആ സമയത്ത് അവിടെ രാധയും കണ്ണനും ഗോപികമാരും എല്ലാവരും അവിടെ നൃത്തം ചെയ്യുന്നു. ആ വൃക്ഷങ്ങളെല്ലാം തന്നെ അന്നേരം ഗോപികമാരും കണ്ണനും രാധയും എല്ലാം ആവുന്നു എന്ന് പറയുക. അവരവിടെ അങ്ങനെ രാസലീലകളാടുന്നു. അത് കാരണം ആ സമയത്തൊന്നും അവിടെ ഒരു ജീവജാലങ്ങളും ഉണ്ടാവില്ല. തിരുമേനി രാധയ്ക്കും കണ്ണനും ഇങ്ങനെ ആ കട്ടിലൊക്കെ വിരിച്ച് പൂമെത്തകൾ ഒരുക്കി മാലയൊക്കെ ഇങ്ങനെ അലങ്കരിച്ച് നല്ല മെത്തയാക്കി മാറ്റും അമ്പലത്തിൻ്റെ ഉള്ളിൽ. അങ്ങനെ അവിടെ ഇങ്ങനെ ഒരുക്കി വെച്ച് എന്താ പറയുക, ഇതൊക്കെ ഉണ്ടാവുമല്ലോ, ചവയ്ക്കാൻ താമ്പൂലം, വെള്ളം എടുത്ത് വെക്കും, ഒക്കെ ഒരുക്കി വെച്ചിട്ട് തിരുമേനി അടച്ചിട്ട് പോവുക ചെയ്യുക. അപ്പോൾ പിറ്റേന്ന് രാവിലെ ചെല്ലുമ്പോൾ കാണാം ആ വെള്ളമൊക്കെ കുടിച്ചിട്ട് താമ്പൂലൊക്കെ ചവച്ച് വെച്ചിരിക്കുന്നത്. കണ്ണനും രാധയൊക്കെ രാസലീലകൾ ആടിയിട്ട് അവിടെ വന്ന് വിശ്രമിക്കുന്നു. അതാണ് അവിടെ ആ സമയത്തൊന്നും തന്നെ ഒരു ജീവജാലങ്ങളും കാണാത്ത. എല്ലാ വീടുകളിലൊക്കെ ജനലും വാതിലൊക്കെ പെട്ടെന്ന് അടയ്ക്കും. എല്ലാം നിശബ്ദത. ആ നിശബ്ദമായ ആ സമയത്ത് കണ്ണനും രാധയൊക്കെ അവിടെ നിന്ന് വിശ്രമിക്കുന്നു. അതാ കഥയൊക്കെ നമ്മൾ അവിടെ നിന്ന് കേൾക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുകയാണ് അവിടെ പോകുമ്പോൾ. അതൊക്കെ ആ നിശബ്ദം. അത്രയും പകലൊക്കെ ഭയങ്കര ബഹളമായിരിക്കും, കുരങ്ങന്മാരും പക്ഷികളും ഒക്കെ തന്നെ. എന്നാലും ഒരു 7:30 മണിയാകുമ്പോഴേക്കും ഒക്കെ എല്ലാം നിശബ്ദമായി തിരുമേനിയൊക്കെ അലങ്കരിച്ച് ആ പൂമത്തൊക്കെ തയ്യാറാക്കിയിട്ട് അങ്ങനെ നിർത്തും. പിന്നെ
സേവാക്കുഞ്ചി അറിയും. സേവാക്കുഞ്ചിലാണ് ഇങ്ങനെ ഈ കട്ടിലും ഇതൊക്കെ ഒരുക്കുന്നത്. ആ സേവാക്കുഞ്ചിൽ ഇങ്ങനെ അവർ രാധാറാണി ഇങ്ങനെ നൃത്തം ചെയ്ത് ക്ഷീണിച്ച് വന്ന് അവിടെ കിടക്കുമ്പോൾ പിന്നെ റാണിയുടെ തോഴിമാർ വന്നിട്ട് കാലൊക്കെ തടവി കൊടുക്കും. അപ്പം പറയും, കണ്ണൻ പറയും വേണ്ട ഞാൻ ചെയ്ത് കൊടുക്കാനിട്ട് രാധാറാണീൻ്റെ പാദം എടുത്തിട്ട് മടിയിൽ വെച്ചിട്ട് കണ്ണൻ തന്നെ തടവി കൊടുക്കുകയാണ്. കാലൊക്കെ നന്നാക്കി തടവി കൊടുക്കും. അതാണ് സേവാക്കുഞ്ചി. അവിടെ നമ്മൾക്കും ആ മെത്ത ഒരുക്കാനില്ല, നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ സമർപ്പിക്കാം. നല്ല ഫലമുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ 500 1000 എത്ര നമുക്ക് കഴിയണിച്ചാൽ ആ പൂമത്ത ഒരുക്കാനില്ലേ അതിന് നമ്മൾ കൊടുത്തിട്ട് നമ്മളെന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നടക്കണുണ്ട്. അനുഭവമാണ്, അതുകൊണ്ടാണ്. അതുപോലെ തന്നെ അവിടെയുള്ള ഓരോ സ്ഥലത്തിൻ്റെയും പ്രത്യേകത മാതാജി പറഞ്ഞു കേട്ടപ്പോൾ നമ്മളിങ്ങനെ കുളിര് കോരും. അത്രയ്ക്ക് അനുഭവമാണ് അവിടെ പോയാൽ. പിന്നെ പോയിട്ട് സേവാക്കുഞ്ച്, പിന്നെ ഇതിവനം ഇനിയുണ്ട്. പിന്നെ എന്താ പറയുക, കണ്ണൻ്റെ പാദങ്ങൾക്ക് കല്ലൊന്നും കുത്താതിരിക്കാൻ, ഇങ്ങനെ തറയ്ക്കാണ്ടിരിക്കാൻ, ആ പാദങ്ങൾക്ക് ഒന്നും തട്ടാണ്ടിരിക്കാൻ അവിടെ ഉള്ളൊരു രമൺ ദേത്തിയുണ്ട്. ആ സ്ഥലം എന്താ, നമ്മുടെ പാദങ്ങളൊക്കെ നെക്കിളിയാവും, അത്രയ്ക്ക് മിനുസാക്കി വെച്ചിട്ടുണ്ട്. അതെന്താ പറയുക, പശുക്കളെല്ലാം തന്നെ ആ കണ്ണൻ്റെ പാദങ്ങൾക്കൊന്നും കുത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ കുളമ്പ് കൊണ്ടൊക്കെ ചവിട്ടി 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 മിനുസമാക്കിയ സ്ഥലമാണ് രമൺ ദേത്തി. അവിടെ പോയിട്ട് നമ്മളിങ്ങനെ ആ മണ്ണിലൊക്കെ ഇങ്ങനെ കിടന്ന് ഉരുളും. എത്ര ഉണ്ടായാലും നമ്മൾ എത്ര പുതിയ ഡ്രസ്സായാലും തന്നെ ഒരു തരി മണ്ണ് പോലും നമ്മളുടെ ഡ്രസ്സിലൊന്നും പിടിക്കണേ ഇല്ല. നമ്മൾ ആ മണ്ണിലൊക്കെ തന്നെ തലക്കൂടെ ചെരിയും. അവിടെ ഇങ്ങനെ നമ്മളിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ മണ്ണിലൊക്കെ ഇങ്ങനെ നമ്മളങ്ങനെ ഒരാളങ്ങനെ മൂടിയൊക്കെ വെക്കും. മുഖം മാത്രം പുറത്ത് വെച്ചിട്ട് ബാക്കിയൊക്കെ മണ്ണിട്ട് മൂടും. അങ്ങനെ എല്ലാം തന്നെ ചെയ്താൽ പോലും ഒരു ബുദ്ധിമുട്ടുണ്ടാവണില്ല. നമ്മുടെ അസുഖമൊക്കെ അവിടെ അങ്ങോട്ട് പോവുകയാണ്. എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് ആ അസുഖം എല്ലാം തന്നെ അവിടെ പോകണു. അവിടെ ഇരുന്നിട്ട് നമുക്ക് അത്രയ്ക്ക് അനുഭവമാണ്. അവിടെയൊക്കെ ഇങ്ങനെ അതിലൊക്കെ കിടന്ന് ഉരുണ്ട് തലയിലൊക്കെ വാരിയിട്ട് ഇങ്ങനെ ആ മണ്ണ് വാരിയിട്ട് നമ്മുടെ ശരീരത്തിലൊന്നും പിടിക്കണില്ല. എല്ലാ അസുഖം അവിടെ പോകുന്നു. അതും അങ്ങനത്തെ ഒക്കെ ഒരു ഫീൽ അവിടെ പോയാൽ ഭയങ്കരമാണ്. നമുക്കിങ്ങനെ വീണ്ടും വീണ്ടും പോവാൻ തോന്നുന്നു. രാധാറാണിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാവർക്കും അവിടെ പോവാം. വൃന്ദാവനത്തിൽ നടക്കുന്ന ഈ ലീലകളെല്ലാം തന്നെ സത്യമാണോ എന്നറിയാൻ അങ്ങനെ ആളുകൾക്ക് പല സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരാൾ പിന്നെ ഇങ്ങനെ രാത്രി അവിടെ പോയിട്ട് ഒളിച്ചിരിക്കും. എന്നാൽ അവരെ തിരുമേനി കാണുകയാണ്. കാണുമ്പോൾ അവരോട് പറയും അവിടെ ഇരിക്കാൻ പറ്റൂല, എന്തായാലും പുറത്തേക്ക് പോകണം, അവിടെ നിൽക്കാൻ പാടില്ല എന്നിട്ട് അയാളെ പറഞ്ഞേക്കും. അങ്ങനെ അയാൾ വീണ്ടും അവിടെ തന്നെ വന്നിരിക്കുകയാണ്. പിന്നെ കാണാണ്ട് അവിടെ ഇരിക്കും. രാത്രി ആരും കാണൂല, അവിടെ ഇരിക്കുന്നത് ഒളിച്ചിരിക്കും. എന്താണ് ഇവിടെ നടക്കാൻ പോകണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അയാൾക്ക് ആകാംക്ഷ കൊണ്ട് അവിടെ ഇരിക്കും. അങ്ങനെ പിറ്റേ ദിവസം പിന്നെ രാവിലെ വരുമ്പോൾ തിരുമേനി കാണാണ് അവിടെ ബോധം കെട്ട് കിടക്കണ ആ ഒളിച്ചിരുന്ന ആളെ. അങ്ങനെ അയാളെടുത്തിട്ട് ആശുപത്രിയിലൊക്കെ കൊണ്ടുപോകും. ആശുപത്രി കൊണ്ടുപോയിട്ട് അയാൾക്ക് ബോധം വരുമ്പോൾ അയാൾ പറയും കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ആ കാഴ്ച വീണ്ടെടുക്കാൻ ഓപ്പറേഷൻ ചെയ്യാനോ അങ്ങനെയൊന്നും ഇയാൾ സമ്മതിക്കണില്ല, ഒന്നും സംസാരിക്കണില്ല. അയാൾ എഴുതുകയാണ് ചെയ്തത്. അങ്ങനെ എഴുതി കൊടുക്കുകയാണ്. എന്താണ് എഴുതിയത് അറിയോ? ഈ ലോകത്ത് എനിക്ക് കാണുന്നതിൽ വെച്ച് ഏറ്റവും മഹത്വമേറിയ കാഴ്ച ഞാൻ കണ്ടു. ആ കാഴ്ചയ്ക്ക് ഇനി
കിടക്കാൻ പറ്റിയ ഒരു കാഴ്ച വേറെ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് എനിക്കിനി ഈ ലോകത്ത് ഒന്നും തന്നെ കാണണ്ട. അത്രയും മഹത്വമേറിയ കാഴ്ച ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. ഇനി എനിക്ക് വേറെ കാഴ്ചേൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ അത്രയ്ക്കും പരമദിവ്യമായ കാഴ്ചയാണ് കണ്ടത്. അതുകൊണ്ട് എനിക്ക് വേറെ ഒന്നും തന്നെ കാണണ്ടെന്ന് എഴുതി കൊടുത്തു. എനിക്ക് ഈ ലോകത്ത് ഇനി ഒന്നും തന്നെ കാണണ്ട. ഈ ലോകത്ത് ഇതിലും മഹത്തമായ ഒരു കാഴ്ച എനിക്ക് വേറെ ഒന്നും ഇല്ല. ഈ കണ്ണുകൾക്ക് ഇനി വേറൊന്നും തന്നെ കാണണ്ട. അത്രയും ദിവ്യമായ കാഴ്ചയാണ് ഞാൻ കണ്ടത്. അതുകൊണ്ട് എനിക്കൊന്നും സംസാരിക്കുകയും വേണ്ട എന്നൊക്കെ പറഞ്ഞ് അയാൾ എഴുതിയ ആ എഴുത്ത് ഇപ്പോഴും ഉത്തർപ്രദേശ് ഗവൺമെൻറ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാം രാധാറാണിയുടെയും ഭഗവാന്റെയും അനുഗ്രഹം. അത്രയ്ക്കും പുണ്യമേറിയ ആ ഭൂമി ഒന്ന് പാദങ്ങൾ വയ്ക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ഹരേ കൃഷ്ണ. രാധേ രാധേ. പിന്നീട് ആ ആൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോവുകയാണ്. അങ്ങനെ അത്രയ്ക്കൊരു മഹത്തായ സംഭവമാണ് അവിടെ. എന്നും രാത്രി അവിടെ രാസലീലകൾ നടക്കുന്നു. ഗോപികമാരും കണ്ണനും രാധയും എല്ലാവരും അവിടെ പോയാൽ നമുക്ക് മനസ്സിലാവും. അവിടെ അങ്ങനെ നൃത്തം ചെയ്യുന്ന പോസിൽ രാവിലേക്ക് എല്ലാം ആ വൃക്ഷങ്ങൾ പടർന്നിരിക്കുന്ന ആ വൃക്ഷങ്ങളായിട്ട് മാറുകയാണ്. അത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും. എന്നും അവിടെ ആടി ഡാൻസൊക്കെ കളിക്കുന്ന ആ നിലമില്ലേ, അതിനൊരു പ്രത്യേകത ഉണ്ടാവില്ല. എന്നും ചവിട്ടി ചവിട്ടി അവിടെ നമ്മളൊന്നും ചവിട്ടുന്നില്ല, എന്നാൽ പോലും അവിടെ എന്നും ആ ചവിട്ടി നൃത്തം ചെയ്യുന്ന ഒരു സ്ഥലമായിട്ട് നമ്മൾക്ക് തന്നെ ഇങ്ങനെ കാണാം. അതൊക്കെ കാണാനുള്ള ഭാഗ്യം രാധാറാണിയും ഭഗവാനും തന്നു. പിന്നെ എമ്മിലിത്തല എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ 5500 വർഷം പഴക്കമുള്ള പുളിമരം ഇപ്പോഴും ഉണ്ട് സൂക്ഷിച്ചിട്ട്. അവിടുത്തെ കഥ, അവിടെ ഒരിക്കലും ആ സ്ഥലത്തൊന്നും ഒരിക്കലും പുളിമരത്തുമ്പിൽ പുളി ഉണ്ടാവില്ല. ആ പുളിമരത്തുമ്പിലെല്ലാം തന്നെ ഒരു പൂ പോലും ഉണ്ടാവില്ല. പൂക്ക് കായ്ക്ക് അങ്ങനെ ഒന്നുമില്ല. അവിടെ പ്രത്യേകത രാധാറാണിയുടെ കാലിലെ ഒരു പുളീൻ്റെ തോട് കൊണ്ടു. അപ്പോൾ കാലിലങ്ങോട്ട് നന്നായി വേദനിച്ചു. അപ്പോൾ രാധാറാണി പറയാണ്, ഇവിടുത്തെ പുളിയൊന്നും ഇനി കായ്ക്കുകയോ പൂക്കുകയോ ചെയ്യരുത്. ദേഷ്യം പിടിച്ചിട്ട് അങ്ങനെ പറയുമ്പോൾ പിന്നെ അവിടുത്തെ പുളികളൊന്നും തന്നെ കായ്ച്ചിട്ടും പൂത്തിട്ടൊന്നുമില്ല. എവിടത്തൊക്കെ ഏതൊക്കെ ആളെ കൊണ്ടുവന്ന് നോക്കിയാലോ പരീക്ഷണങ്ങൾ നടത്തിയാലൊന്നും അവിടുത്തെ പൂക്കൾ ആ പുളികളൊന്നും പൂക്കും കായ്ക്കുമില്ല. അങ്ങനെയാണ്. ആ കഥയൊക്കെ മാതാജി പറഞ്ഞു തന്നു. ആ പുളിമരം ഇപ്പോഴും അവിടെ ഉണ്ട്. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. രാധാറാണിയുടെയും കണ്ണൻ്റെയും അനുഗ്രഹം കൊണ്ട് എല്ലാവർക്കും വൃന്ദാവനത്തിലേക്ക് പോകാൻ കഴിയട്ടെ. വൃന്ദാവനം ഗോലോക വൃന്ദാവനം. ആ വൃന്ദാവനത്തിൽ കാല് കുത്താൻ സാധിച്ചാൽ തന്നെ പരമപുണ്യം. ഹരേ കൃഷ്ണ. രാധേ രാധേ. രാധേ രാധേ. രാധേ രാധേ.